നിങ്ങളോട് സംസാരിക്കാനുണ്ട്. 1 സെക്കൻഡ്. ഒരു മിനിറ്റ് ഞാൻ ഒന്നെടുത്തോട്ടെ. മെയിനായിട്ട് ഗൈസ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ കുറേ പേരുടെ അടുത്തായിട്ട് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ റിവീൽ ചെയ്യാൻ പോണത്. ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. പിന്നെ വിചാരിച്ചു പറയാം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ലൈവൊന്നും ഇടാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവിൽ ഞാൻ കുറേ നാൾ ഗൈസ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ എല്ലാവരോടും നിൽക്കുന്നത്, അല്ലെ സംസാരിക്കുന്നത്, അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് എന്താണ് എനിക്കിപ്പോൾ ദേഷ്യം വന്ന ദേഷ്യം, അല്ലെങ്കിൽ സങ്കടം വന്ന സങ്കടം, എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഫേക്കായിട്ട് നിൽക്കുമായിരുന്നു. അത് എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. സത്യം പറയാമല്ലോ, ഞാൻ ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ ഒട്ടും സന്തോഷമല്ലായിരുന്നു. മെയിനായിട്ടുള്ള കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ലൈവ് ഇടാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ക്യാം ഫുള്ളാക്ക് എന്തിനാടാ ഇത്, നീ കട്ട് ചെയ്തിട്ട് ഓരോരുത്തന്മാർ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടാ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാം മതി ഗൈസ്, ഇത് ക്യാം മതി പ്ലീസ്, വേണ്ട, ഒരുപാട് വലുതാക്കുന്നില്ല. അതിനി ഹൈ ക്വാളിറ്റിയിൽ കട്ട് ചെയ്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവന്മാരുടെയും ഇത്. അപ്പോൾ മെയിനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഗൈസ്, ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ദുബായ് പോയ കാര്യം നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചാണ്. ദുബായ് പോയപ്പം എന്താണ് ചെയ്തത്, അല്ലെ ദുബായ് പോയത് എന്തിനായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ. മെയിനായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ഒരു സത്യസന്ധമായിട്ട് പറയാനാണെങ്കിൽ, എനിക്ക് UAE ഫസ്റ്റ് ഗെയിമിംഗ് വിസ അപ്രൂവ് ആയത് എനിക്കാണ്. അതായത് സത്യം പറഞ്ഞാൽ വേൾഡിലെ ഫസ്റ്റ് ഗെയിമിംഗ് വിസ, UAE ആദ്യത്തെ ഗെയിമിംഗ് വിസ, ഒരു ഗെയിമർ വിസ അപ്രൂവ് ആയത് എനിക്കാണ്. എനിക്ക് കൾച്ചറൽസിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബർത്ത്ഡേയുടെ തലേ ദിവസം ആണ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. അതായത് ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പാണ് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദുബായിലോട്ട് പോകുന്നത്. ദുബായിലോട്ട് പോകുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2 ദിവസം മാത്രമേ ടൈമുള്ളൂ, 2 ദിവസം ടൈം മതി. അപ്പോൾ ഒരു ബർത്ത്ഡേ രീതിയിലെന്ന് വിചാരിച്ച് അങ്ങനത്തെ രീതിയിൽ അത് അനൗൺസ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനത് പോയി വാങ്ങിച്ചിട്ട് 2 ദിവസത്തിൽ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ ഞാൻ പോയത്. അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥിരം വർക്കൊക്കെ ചെയ്യുന്ന പയ്യന്മാരെ കൊണ്ട് ഇത് പോസ്റ്ററൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും അധികം എടുത്തൊന്നുമില്ല. ഞാനെല്ലാം ആകെ 2 ഡ്രസ്സും എൻ്റെ ലാപ്ടോപ്പും മാത്രമായിട്ടാണ് പോയത്. PC ഒക്കെ ഓൾറെഡി അവിടെ തന്നെ ഇരിക്കുമായിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ചെന്ന് ഇത് വാങ്ങിച്ചിട്ട് തിരിച്ച്, ആദ്യത്തെ ബർത്ത്ഡേ ആണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്ന് കൺഗ്രാജുലേഷൻസ്, എടാ കൺഗ്രാറ്റ്സ് പറയാൻ വരട്ടെ, നിങ്ങൾ ചില്ലാവും, ഞാൻ പറയണ കാര്യം കേൾക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ പറയണതുപോലെ കൾച്ചറൽസിൽ അപ്രൂവ് ചെയ്തിട്ട് ഞങ്ങൾ എമിഗ്രേഷനിൽ അപ്രൂവ് ആയില്ല. അപ്പോൾ എമിഗ്രേഷനിൽ അപ്രൂവ് ആകാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അത് എമിഗ്രേഷനിൽ നിന്ന് റിജക്റ്റ് ആയി. ഈ വിസ സെറ്റ് ചെയ്ത് തന്ന ടീം, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, വെറുതെ എനിക്ക് ഇതാക്കാൻ വയ്യ. അതുകൊണ്ട് അവരിപ്പോഴും സ്റ്റിൽ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് അവിടെ ചെന്നപ്പോൾ അത് 1 വട്ടം റിജക്റ്റായി, 2 വട്ടം റിജക്റ്റായി, 3ാമത്തെ വട്ടം റിജക്റ്റ് ആയപ്പോൾ ഇവരെന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ പ്രൊസീജിയറേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ നിന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ ദിവസം പൊക്കോണ്ടിരുന്നു. 1 ആഴ്ചയായി, 2 ആഴ്ചയാവണ്, 3 ആഴ്ചയാവണ്, അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ റിജക്റ്റ് ആയ സമയത്ത് ഇവർ പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ദുബായിൽ നിന്നാലേ ഇത് പ്രോസസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദുബായിൽ നമ്മൾ ആ രാജ്യത്തുണ്ടായാലും മാത്രമേ പ്രോസസ്സാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാനപ്പോൾ ഇവരെ വിശ്വസിച്ച് ഇങ്ങനെ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സായി. സത്യം പറയാലോ എൻ്റെ ചേച്ചിയുടെ കല്യാണം അടക്കം കുറേ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തിരിച്ചെൻ്റെ നാട്ടിൽ വരാൻ പറ്റിയില്ല, വീട്ടുകാരെ കാണാൻ പറ്റിയില്ല, എൻ്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും എന്നെ അവിടെ പിടിച്ചു നിർത്തി ആകെ ശോകമായി. ഞാൻ
ഈ സെയിം ടൈമിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ വേറൊരു ഞാൻ ഒരു 3 വർഷം അവിടുത്തെ ഒരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനർക്കുമായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ സ്ട്രീമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതങ്ങ് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. തിരിച്ച് അവിടെ പോയി ഇത് ഓരോ ഓരോ ദിവസം കഴിഞ്ഞിട്ടും ഇത് പ്രോസസ്സ് ആവാതിരുന്നപ്പോഴത്തേക്കിന് ആകെ എനിക്ക് പേയ്മെൻറ്റ് ഇഷ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഞാൻ പയ്യെ വർക്കും ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ജോലി ഫ്രീലാൻസ് ആയിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പയ്യെ മൂവ് ഓൺ ആയി തുടങ്ങി. ലാസ്റ്റിൽ എനിക്ക് ഈ വിസ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായപ്പോഴാണ് ഞാൻ അല്ലാത്ത നോർമൽ ഒരു വിസ എടുത്തിട്ട് ഞാൻ ഇപ്പം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഞാൻ നാട്ടിലോട്ട് വരാൻ ഇപ്പോൾ ഉള്ള മെയിൻ റീസൺ എന്താണെന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഓൾറെഡി എൻ്റെ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഇൻകം ടാക്സിൻ്റെ എമൗണ്ട് കുറേ പേര് ടാക്സ് അടച്ചില്ല മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞായിരുന്നു, മറ്റേ ഇരുന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്മാർക്കൊക്കെ അത്ര നേരം കൊണ്ട് കുറയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ എമൗണ്ട് ഞാനൊരു 3 ദിവസത്തിനകത്ത് അടച്ച് എൻ്റെ ഇത് ക്ലോസ് ചെയ്യാൻ പോവുക. ആൻഡ് ആ ലൈബിലിറ്റി ഞാൻ അവിടെ തീർക്കാൻ പോണു. ആൻഡ് എല്ലാം തീരാൻ പോണ്. ഇത്രയും ദിവസം അവന്മാരിരുന്ന് ഈ കൊണ പറഞ്ഞവന്മാരും മറ്റേ അടച്ചില്ലെന്ന് പറഞ്ഞവന്മാരും ഒക്കെ ഗൈസ് അങ്ങനെയൊക്കെ അടച്ചില്ലെങ്കിൽ എന്തായാലും ന്യൂസിലും അതിലും ഇതിലൊക്കെ ഓരോരുത്തന്മാരെടുത്ത് വിടും. അതുകൊണ്ട് ആൻഡ് ദ ഫൈനൽ എമൗണ്ട് ഞാൻ അടയ്ക്കാൻ പോവാണ്. ഞാൻ അതും തീർത്തിട്ട് എനിക്കൊന്ന് മനസ്സമാധാനത്തിൽ സ്ട്രീം ചെയ്യണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ ഇപ്പം. ഞാനപ്പം ഈ ടാക്സ് ഇഷ്യൂവിൻ്റെ മെയിൻ ഒരു കാര്യം ഉള്ളത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ആൻഡ് അതിൻ്റെ അവസാനത്തെ എമൗണ്ട് കൂടി എനിക്കിനി ഒരു 5 ദിവസത്തിനകത്ത് ആ ഇത് പ്രോസസ്സ് ആവുന്നുണ്ട്. അതുകൂടെ പ്രോസസ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കൊണ്ടുപോയി അടച്ച് തീർത്തിട്ട് വരും. അപ്പോൾ അതും കൂടി ഉള്ളൂ ആ ഒരു ഇഷ്യൂ മെയിനായിട്ട്. അവിടെ നിന്ന് തിരിച്ചു വരാൻ ദുബായിൽ നിന്ന് എനിക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു ഇഷ്യൂവിൽ മെയിനായിട്ട് ഈ ടാക്സിൻ്റെ ഒരു ഇഷ്യൂവും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അത് അടയ്ക്കാനുള്ള പൈസ എന്തായാലും വേണ്ടേ. അപ്പോൾ അതുണ്ടാക്കാനുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം ഞാൻ ചെയ്തു. നമുക്ക് കിക്കിൽ സാലറി ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു. സോ മെയിനായിട്ട് ഇടയ്ക്ക് വെച്ച് സ്ട്രീം എല്ലാം ഇതായിട്ട് നിന്നത് അതാണ്. അപ്പോൾ ബ്ലൈൻഡിൻ്റെ അന്ന് ഡിലേ ആയതുപോലെ അവർ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും അവരുടെ അടുത്തും കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്കൊരു ഈ ഉണ്ടായ ഒരു ബാക്ക് ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിപ്പോയി. സത്യം പറയാമല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു സത്യം പറയാം. ഞാൻ കുറേ പേരുടെ അടുത്ത് ഇത് വെച്ചാൽ കുറേ ഇതായിട്ട് ഞാൻ ഭയങ്കര ട്രിഗേർഡായിട്ട് നിങ്ങൾ എന്നെ കുറേ ലൈവിൽ കണ്ടായിരുന്നു. ട്രിഗേർഡായിട്ട് എന്നെ കണ്ടായിരുന്നു. അത് എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഇതാകാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന രീതി ഇതെല്ലാം മാറി. ഞാൻ അച്ഛനും അമ്മയും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കാറില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇവരുടെ അടുത്തൊന്ന് വന്ന് സംസാരിക്കണത് ഇതാകുന്നതെല്ലാം. എനിക്കതിനൊരു ഒരു ഇത്ര ഒരു പെർട്ടിക്കുലർ ടൈം വേണമായിരുന്നു. എന്നെ ഭയങ്കര ട്രിഗേർഡായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. അതുകൊണ്ടാണ് ഐ എം സോ സോറി. ലൈവിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ രാത്രിയിലൊക്കെ ഓരോ പയ്യന്മാരൊക്കെ ഫോൺ വിളിച്ച് എണ്ണിപ്പോഴൊക്കെ ഞാൻ ട്രിഗേർഡായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. എൻ്റെ ആ ഒരു സമയത്തെ ഞാൻ കടന്നു നോക്കിക്കൊണ്ടിരുന്ന ടൈം ഭയങ്കര ശോകമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ ഒരു ഡൗൺ ടൈം വന്നാൽ ഇങ്ങനൊരു ഇതെടുത്ത് ഞാൻ പെട്ടുപോയി ഇതാക്കിയപ്പോഴത്തേക്കിന് ഞാൻ നല്ല രീതിയിൽ ശോകമായതായിരുന്നു. ആൻഡ് അവിടുന്ന് എനിക്കിപ്പം ഒരു തിരിച്ചു വരാൻ പറ്റിയത് ഇങ്ങനെ കുറേ കാര്യങ്ങളിലാണ്. ആൻഡ് അതിന് ഞാനൊരു സോറി ചോദിക്കുന്നു കേസ്. എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് ഉണ്ടായിരുന്നു. അതാണ് മെയിൻലി ദുബായിൽ പെട്ടെന്ന് പോയതിൻ്റെ ഒരു കാരണം അതായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും കേസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം ഒന്ന് തീർത്ത് എനിക്കൊന്ന് സമാധാനമാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഒരു ഞാൻ വർക്കിന് കയറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇവിടുത്തെ പുതിയ എമിറേറ്റ്സ് ID. അപ്പോൾ ഞാൻ ഈ ഒരു ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫാമിലിയുടെ കൂടെ ജസ്റ്റ് ഓണം ഒന്ന് സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്കിത് അടച്ചു തീർക്കാൻ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇങ്ങോട്ട് വന്നത്. ഒരു 5-6 ദിവസത്തിനകത്ത് എല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ അങ്ങനെ ഒരു പെൻഡിങ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എല്ലാം ക്ലിയർ ആക്കിയിട്ടേ തിരിച്ചു പോകത്തുള്ളൂ എന്നുള്ളൊരു ഉറപ്പിൽ തന്നെ, വിശ്വാസത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാനൊരു 15 ദിവസം കഴിയുമ്പോൾ 10-15 ദിവസത്തിനകത്ത് ഞാൻ തിരിച്ചു പോകും. അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. നാളെ തൊട്ട് നമ്മുടെ ലൈവ് മറ്റേ സ്റ്റോറി മോഡ് ഗെയിംസും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി RPയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ആവുന്ന പരിപാടി എന്തായാലും ഞാനില്ല.
അപ്പോൾ ഇതിനകത്ത് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ആവാൻ എനിക്ക് താല്പര്യമില്ല, സത്യം പറയാമല്ലോ ഗൈസ്. ഞാൻ അതുകൊണ്ട് നമ്മുടെ പഴയ പാറ്റേൺ, അതായത് ഈ ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് മിത്ത് നോക്കുമ്പോൾ RDR ഒക്കെ സ്ട്രീം ചെയ്തതുപോലത്തെ ആ ഒരു പാറ്റേണിൽ സ്ട്രീം നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. കണ്ണ് ചൊറിഞ്ഞ് കണ്ണ് വലുതാണ്, എൻ്റെ കണ്ണ് ചുമന്ന് അലർജിയുടെ ഇത് വരുമ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ ഒരു സീനുണ്ട്. BMW സോൾഡ് ആക്കി? ഇല്ലല്ലല്ലടാ, ഉണ്ട് BMW ഉണ്ടടാ. BMWൻ്റെ ഒരു അത് കാര്യത്തിൽ വിനീതാണ് അത് ഫുള്ളും നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഈ മറ്റേ അയാളുടെ പേരെന്തുവായിരുന്നു, തമ്പീസ്, പുള്ളിയുടെ അടുത്താണ് വണ്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം മാറ്റി വെച്ച് അവനോട് സംസാരിച്ച് അവൻ വരെ തമ്മിൽ ഇപ്പോൾ അടിയാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉടനെ അപ്ഡേറ്റ് തരാം. വണ്ടി കൊടുത്തിട്ടില്ല. വണ്ടി ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ട്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം നിങ്ങൾക്ക്. അപ്പം ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളൂ. ഞാനിനി ചേച്ചി വീട്ടിലില്ല, അവളില്ല, ഞാൻ അതാ പറയാൻ വന്നത്. ഞാൻ ഇന്ന് ലൈവ് നേരത്തെ നിർത്തുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഗൈസ്. ഇന്ന് വേറെ ഒന്നും കളിക്കാത്തത്, RDR ഇതൊന്നും കളിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാ. ഒരു സെക്കൻഡ്. ഹലോ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഓക്കെ രമേശ് ബ്രോ. എടാ, ഇവിടെ വിസ എടുത്ത് തന്നത് റമീസ് ബ്രോ അല്ല കേട്ടോ. റമീസ് ബ്രോ ആരും പോയി ചീത്ത വിളിക്കില്ലേ. റമീസ് ബ്രോ അല്ല, റമീസ് ബ്രോ നമ്മുടെ പഴയ വിസ ക്യാൻസൽ ചെയ്ത് തന്നതാണ്. നിങ്ങൾ എന്തിനു പറയണ, വിസയുടെ ആളിനെ പറ്റിച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ് ഇതാക്കിയത് അവരല്ല. സ്റ്റിൽ ഈ പറയുന്ന ടീംസ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ജൂനിയർ ഈഗിൾ അപ്ഡേറ്റ്. എടാ, അവള് വീട്ടിലാണ്. അവളുടെ വീട്ടിൽ അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തിരുവനന്തപുരത്തോട്ട് പോകാൻ ഇറങ്ങാൻ പോണ്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഉടനെ ഇറങ്ങുന്നു. അവളെ തിരുവനന്തപുരത്ത് പോയി പിക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ബൈ, നാളെ കാണാം. അണ്ണാ, കിക്ക് സാലറി വന്നു, റിവിലൊക്കെ ഫുൾ സാലറി വന്നില്ല ഇതുവരെ എന്ന് പറഞ്ഞിട്ട്. എടാ, അവരുടെ കിക്കിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡിലേ ഉണ്ടാകുന്നത്. അവരവരുടെ പേയ്മെൻറ്റ് ഇതാക്കിയിട്ട് ഇപ്പം അടുത്തന്നെ കിട്ടും. അത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തെ എന്തോ അവർ റിബലിനൊക്കെ ക്ലിയർ ആക്കിയെന്ന് തോന്നുന്നു. ഇപ്പം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഉടനെ സീനൊന്നും ഇല്ല. അത് സെറ്റാണ്. പവർ MSCയൊക്കെയാണ്. അപ്പം ഞാനിപ്പം തിരുവനന്തപുരത്തോട്ട് പോയിട്ട് വരാം ഗൈസ്. ഞാൻ എൻ്റെ വൈഫിനെ ഒന്ന് വിളിക്കുക തരാം. വെൽക്കം ബാക്ക് ബ്രദർ, ലവ് യു. ജോക്കർ ബ്രോ, താങ്ക് യു സോ മച്ച്. സത്യം പറയാം ഗൈസ്, ഞാനത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ ജോക്കർ ബ്രോ ആണ്. സത്യം പറയാമല്ലോ, അത് എനിക്ക് അങ്ങേരുടെ അടുത്ത് അതിൻ്റെ നന്ദി എന്നും ഉണ്ടാവും. സത്യം പറയാം, പുള്ളി ഒരുപാട് കാര്യങ്ങൾക്ക്, അത് എനിക്ക് ലൈവിൽ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾക്ക് വരെ പുള്ളി അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡൗൺ ടൈം വന്നപ്പം സത്യം പറഞ്ഞാൽ ജോക്കർ ബ്രോയെ പോലെ ഒരാളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. സത്യം ഞാൻ പറയാം, ഞാൻ പുള്ളിയെ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഒരാളല്ല. കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ അതിനകത്ത്. ആൻഡ് ജോക്കർ ബ്രോ ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണേലും ഒന്നും എന്നോട് പോലും പറയാതെ കുറേ കാര്യങ്ങൾ വീട്ടിലേക്ക് വേണ്ടി ചെയ്തു. ഞാൻ അതൊക്കെ ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അറിയുന്നത്. ഞാൻ സത്യം പറയാം ജോക്കർ ബ്രോ, ഞാനത് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചേച്ചിയുടെ കുറേ കാര്യങ്ങൾക്കെല്ലാം ജോക്കർ ബ്രോ ഒരുപാട്. ഡേ ആഫ്റ്റർ പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ കാണാൻ പറ്റുമോ ഡെബിൻ ബ്രോ? ഞാൻ അവളുടെ അടുത്തോട്ട് പോവാ. ഞാൻ പറയാം, ഞാൻ ഡെബിൻ ബ്രോക്ക് മെസ്സേജ് അയക്കാം. വിച്ച് ജോക്കർ ബ്രോ? എടാ, L4DS ജോക്കർ ബ്രോയുടെ കാര്യമാണോ? നമ്മൾ ജോക്കിയുടെ കാര്യമല്ല. എടാ, എല്ലാം അതിപ്പോൾ ജോക്കിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ L4DS ജോക്കർ ബ്രോയുടെ കാര്യം എല്ലാ ജോക്കർമാർക്കും ഇത് നമ്മളെ കുറേ പേരോട് ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എടാ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗൈസ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയറായി സമാധാനം ആക്കിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനത്തിൽ ലൈവ് ഇടാൻ. പക്ഷേ നാളെ ലൈവ് വരാം. നാളെ തൊട്ട് നമുക്ക് നമ്മുടെ പഴയ റൂട്ടീൻ തുടങ്ങണം. ഓൾവേസ് എത്തി ബ്രദർ ജോക്കർ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം നാളെ തൊട്ട് നമ്മുടെ റൂട്ടീൻ നമുക്ക് തുടങ്ങണം. സിൽക്കിനെ കൊണ്ട് കുളിപ്പിക്കാൻ പോകണ്ടേ നമുക്ക്? നാളെ തൊട്ട് നമുക്ക് RDR ബാക്കി തീർക്കണം നാളെ. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ കിക്കിൽ വരുന്നു. RP, ഡിസ്കോഡ് ട്രോൾസ്, RDR മാത്രമുള്ള ദിവസം ഞാൻ ഡയറക്റ്റ് യൂട്യൂബിൽ ലൈവ് വരും. ഡിസ്കോ ട്രോൾസ് നോക്കുന്ന ദിവസം കുറച്ച് നേരം ഞാൻ RP കളിച്ചിട്ട് ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് RDR സ്ട്രീം ചെയ്യും. അപ്പം ലെറ്റ്സ് ഗോ. ഫൈനൽസ് കളിക്കണം നമുക്ക്. ഫൈനൽസ് ഉണ്ട് ആൻഡ് വാലറുണ്ട്. ഫൈനൽസ് ഇതുവരെ കളിച്ച് നോക്കിയില്ല. ഫൈനൽസ് കളിക്കണം. ഇവൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സുണ്ട് ഇവിടെ ഇരുന്ന് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്